ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ മഹേന്ദ്രയുടെ 3XO എന്ന് പറയുന്നൊരു വാഹനമാണ്. 3XOയുടെ തന്നെ ഏറ്റവും ബേസ് മോഡലാണ് ഇന്ന് നമ്മൾ എടുത്തത്. MX2 എന്നതാണ്, MX2 അല്ല, MX1 എന്നതാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. ഇത് ഈ ഒരു MX1 എന്ന ഈ ഒരു വേരിയൻറ്റ് നമുക്ക് പെട്രോളിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഡീസൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ MX2ലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് ബേസ് മോഡലാണെന്ന് പറഞ്ഞു. കാര്യം ഇതിൻ്റെ വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു 3XOയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാര്യം പല ചാനലുകളിലും ഞാൻ ഒരുപാട് വ്യൂസ് കണ്ടു ഇതിൻ്റെ മിഡ് വേരിയൻറ്റ് വാഹനങ്ങൾക്ക്. ആ സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് മോഡൽ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. താഴത്തെ നമ്പർ പ്രിൻസിൻ്റെതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പോപ്പുലറാണ് ഷോറൂം. അപ്പോൾ ഞാൻ പ്രിൻസിനെ വിളിച്ച് ചോദിച്ചു. പ്രിൻസ് പറഞ്ഞ വാഹനം കിടപ്പുണ്ട്. ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് റെഡി സ്റ്റോക്കായിട്ട് നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് ഇതിന് ബുക്കിംഗ് എഗെയിൻസ്റ്റ് ആണ് വണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു 3-4 വണ്ടി ഞാൻ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അത് പ്രിൻസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് വന്ന വണ്ടികളാണ്, കസ്റ്റമർക്കായിട്ട് അലോട്ട് ചെയ്ത് വന്ന വണ്ടികളാണ്. അപ്പോൾ വലിയ താമസമൊന്നുമില്ല, വരുമെന്ന് തന്നെ പ്രിൻസ് പറഞ്ഞ് റെഡി സ്റ്റോക്കായിട്ട് കിടപ്പില്ല. വാഹനം വേണം എന്നുള്ളവർ കയ്യോടെ തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് നോക്കുക. അതാണ് എനിക്ക് എടുത്ത് പറയേണ്ടത്. ഇതും നമുക്കൊരു കസ്റ്റമർക്ക് വേണ്ടി വന്നതാണ്. നമ്മൾ യാടി തന്നെ ഇട്ടാണ് നമ്മൾ വാഹനം ഓട്ടിക്കാതെ തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കിടന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു വാഹനം കിടക്കുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. പെട്രോളിൽ മാത്രമേ ഉള്ളൂ പറഞ്ഞു. പ്രൈസ് വരുന്നത് 8,82,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. 1 ലക്ഷം രൂപയ്ക്ക് അടച്ചാൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഏകദേശം ഒരു 7 വർഷം വരെ ഫിനാൻസ് കിട്ടും. 13,500 റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫിനാൻസ് വരുന്നത്. വൈറ്റ് കളറിൽ നമുക്ക് വരുന്നുണ്ട്, ബ്ലൂ കളറിൽ വരുന്നുണ്ട്, ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്. ഇതിപ്പം ബ്ലാക്ക് വാഹനമാണ് ഈ കിടക്കുന്നത്. ബ്ലൂ കളറിൽ നമുക്ക് അവൈലബിൾ ആണ്, വൈറ്റ് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ കിടക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. കണ്ടോ, ഏറ്റവും ടോപ്പ് എൻഡാണ്. ഇപ്പോൾ ടോപ്പ് എൻഡുമായിട്ട് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ലുക്കിനകത്ത് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയത്തും ഇല്ല. ഡിസൈനിലേക്ക് നമുക്ക് വരാം. പ്രൈസൊക്കെ ഞാൻ പറഞ്ഞു. ഡീസൽ വേരിയൻറ്റ് വരുന്നത് MX2 തൊട്ടാണെന്ന് ഞാൻ പറഞ്ഞു. കളർ ഓപ്ഷൻസ് ഏതൊക്കെ ഉള്ളതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഡൗൺ പേയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഒരു ബേസ് മോഡലിൽ നമുക്ക് മാനുവൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുകയില്ല. അപ്പോൾ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹുഡിൻ്റെ പോർഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നത് പോലെ തന്നെ ക്യാരക്ടർ ലൈൻസൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതുമയുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ് നൽകിയത്. അത് പ്രൊജക്റ്റഡ് ടൈപ്പ് തന്നെയാണ് ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. ഇതിപ്പോൾ DRL പോലെ നമുക്ക് കത്തിച്ചിടാൻ പറ്റും. ഇത് പാർക്ക് ഓണാക്കുന്ന സമയത്താണ് ഇത് കത്തിക്കിടക്കുന്നത്. പക്ഷേ നമുക്ക് DRL പോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്ട്രാ നിങ്ങൾ അവിടെ പൈസയും കാര്യങ്ങളൊന്നും മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്കൊന്ന് അക്സസറീസ് ആയിട്ട് ഷോറൂമിൽ തന്നെ വാങ്ങാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി കവേർഡ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ആ ഒരു ഗ്രില്ല് നൽകിയിട്ടുള്ളത്. അതും പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്നത്. അതിനുള്ളിൽ തന്നെ ആ ഒരു ഡിസൈൻ എലമെൻറ്റിൽ നല്ല രീതിയിൽ ക്രോം ട്രീറ്റ്മെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു ക്രോം എലമെൻറ്റൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ ഒരു ഇതിലൊന്നും ചെയ്തിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. മഹേന്ദ്ര ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു സെൻട്രൽ പോർഷനിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയൊക്കെ നോക്കുമ്പോൾ എയർ ഡാമിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എയറിൻ്റെ ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കമ്പനി ആ ഒരു എയർ ഡാം യൂണിറ്റും കാര്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ നൽകി. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രൈസിന് വാല്യൂ ഫോർ മണി എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പറയേണ്ടി വരും. കാര്യം ഇതിനകത്ത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ അലോയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് പൈസ മുടക്കിയാൽ മതിയാകും. വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോരോ പോർഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നമുക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ട്, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പോരായ്മകളും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിറർ എടുത്താൽ തന്നെ അത് ബോഡി കളറും അതുപോലെ തന്നെ അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ അവർ പ്ലേസ് ചെയ്തു. പിന്നെ ഡോർ ഹാൻഡിലേക്ക് വരുന്ന സമയത്തും അതും നമുക്ക് ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. കാര്യം പല വാഹനങ്ങളിലും അവിടെയൊക്കെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്, ബോഡി കളർ ആക്കാത്ത ബ്ലാക്ക് രീതിയിൽ കളർ ഓപ്ഷനിലേക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഒന്നും നിങ്ങൾ പൈസ മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം ഈ മിററിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ് ആഫ്റ്റർ മാർക്കറ്റൊക്കെ പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ടയർ സൈസിലേക്ക് വരാം, ടയറിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടത്, ഈ ഒരു വാഹനത്തിൽ 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബേസ് മോഡൽ തൊട്ട് തന്നെ 6 എയർ ബാഗും നമുക്ക് അവൈലബിൾ ആണ്. അത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, എടുത്ത് പറഞ്ഞേക്കാം. MRFിൻ്റെ ടയർ തന്നെയാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തത്. 16 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ്. 205/65 R16 ആണ് ടയർ പ്രൊഫൈൽ. പിന്നെ ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫ് റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അലോയ് വീൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്യുക. അപ്പോൾ ഈ സൈഡ് പ്രൊഫൈലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മതി. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു അലോയ് വീൽ ഇടുക, അതുപോലെ റൂഫ് റെയിലും ചെയ്ത് കഴിഞ്ഞാൽ വാഹനം പക്ക കണ്ടീഷനായിരിക്കും. ആ ഒരു ഫുൾ ഓപ്ഷൻ വാഹനം കാണുന്ന അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഇവിടെയൊക്കെ ആ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിങ്സും കാര്യങ്ങളും എല്ലാം സൈഡ് പ്രൊഫൈലായിട്ട് കാണാം.
ഇനി ബാക്കി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷാർപ്പിന് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ ആ ഒരു പാർക്ക് ഓണാക്കി ഇടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു രീതിയിലുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഫുള്ളി LED ഒന്നുമില്ല, നമുക്ക് ടൈലാം യൂണിറ്റ് നൽകിയിട്ടോ ഡിഫോഗൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. റിയർ വൈപ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കമ്പനി നൽകിയിട്ടില്ല. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഈ ഒരു പോർഷനിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഹീന്ദ്രയുടെ ലോഗോയും 3XO എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ബമ്പറിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ എലമെന്റുകളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ആ ഒരു ഫിനിഷും ഈ ഒരു സിൽവർ പോലെ തോന്നിക്കുന്ന ആ ഒരു ഫിനിഷും ഒക്കെ നൽകിയിട്ടുള്ളത് കൊള്ളാം. അതുപോലെ റിവേർ പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ബൂട്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് ബൂട്ട് സ്പേസും കാര്യങ്ങളും തന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് അവർ സ്പെയർ ടയർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നോക്കട്ടെ, പൊക്കി കാണി എന്താ പോർഷനിലായിട്ട് സ്പെയർ ടയർ പ്ലേസ് ചെയ്തു. പാർഷ്യൽ ടയർ വരുന്നില്ല. നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ വലിയ പേയ്മെൻ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. ആഫ്റ്റർ മാർക്കറ്റ് ജസ്റ്റ് വാങ്ങിച്ച് വെച്ചാൽ മതി. ചെറിയ ഹുക്കും കാര്യങ്ങളാണ് ഇവിടെയൊക്കെയാണ് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും കവറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഹാങ് ചെയ്ത് ഇട്ടേക്കാനായിട്ട് പറ്റും. 5 കിലോ വരെ സപ്പോർട്ട് വരുന്ന ഹുക്കുകളാണ് നൽകിയിട്ടുള്ളത്. അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ പറയേണ്ടത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. നേരെ നമുക്ക് അകത്തേക്ക് വരാം. എന്നാൽ ഇവിടെ ആയിട്ട് ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ക്ലോസ് ചെയ്യാനായിട്ട്. ലോഗോയും 3XO എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഉണ്ട്. ഇനി ഇവിടത്തേക്ക് വരാം. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വന്ന് അകത്തെ കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യം കാണിക്കേണ്ടത് കീ ആണ്. നമുക്ക് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു കീയിൽ വരുന്നില്ല. നിങ്ങളത് എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ നോക്കട്ടെ കീ ഇട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് മാനുവലി ഉണ്ടോ എന്നുള്ളത് മാനുവൽ ഉള്ളതുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാതെ നമുക്ക് ഇരിക്കാം. പിന്നെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കീ കാണിച്ചു തന്നു. ഇതാണ് ഡോർ പാഡ്. ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനും സാധിക്കും. ആ ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെ. മിറർ ഇലക്ട്രിക് കൺട്രോൾ ചെയ്യാം. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പവറിൻ്റെ നമുക്ക് ഓട്ടോ ഡൗൺ ആണ് വരുന്നത്. അത് മാത്രമല്ല ബ്ലാക്കും അതുപോലെ ലൈറ്റ് കളറിൻ്റെ കോമ്പിനേഷനുമാണ് മൊത്തത്തിൽ നൽകിയത്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡാഷ്ബോർഡൊക്കെ ഫുള്ളി നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ആ ഒരു സീറ്റിൻ്റെ കളർ തീമ കൊള്ളാം. ഫ്രണ്ടിൽ നല്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഓരോന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് ഫുള്ളി നോക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞില്ല ആ ഡാർക്ക് കളറും അതുപോലെ തന്നെ ലൈറ്റ് കളറിൻ്റെ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. കുറേ പിയാനോ ബ്ലാക്ക് ഫിനിഷുകളും ഗ്ലോസി ഫിനിഷുകളൊക്കെ സ്റ്റിയറിംഗിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, സ്റ്റിയറിംഗ് മാത്രമല്ല ഡാഷ്ബോർഡിലൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് പിയാനോ ബ്ലാക്ക് ഫിനിഷും അതിനൊരു ലോഗോയും എയർ ബാഗും ഉണ്ട് എന്നുള്ളൊരു കാര്യവും ഞാൻ പറഞ്ഞു. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ അല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നൽകിയിട്ടുള്ളൂ. മിനിമലായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് അതിനുള്ളിൽ അറിയാനായിട്ട് സാധിക്കൂ. എന്നിരുന്നാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നമുക്കത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് നൽകിയിട്ടില്ല. അത് പക്ഷേ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഷോറൂമിൽ തന്നെയുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പോർഷനിലൊക്കെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവ് മോഡുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഡ്രൈവ് മോഡുകളല്ല വരുന്നത്. ആ ഒരു സ്റ്റിയറിംഗിൽ തന്നെ കുറച്ച് മോഡുകൾ അവർ നൽകിയിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ കാണാൻ സ്പോർട്ട്, കംഫർട്ട്, അതേപോലെ നോർമൽ, ആ ഒരു രീതിയിലുള്ള മോഡുകൾ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു ബേസ് മോഡിൽ തന്നെ ആ ഒരു ഫീച്ചറൊക്കെ നൽകിയത്. പിന്നെ എയർ ബാഗ് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇത് AC ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും AC ഫാനിൻ്റെ കൺട്രോളും ബാക്കിയുള്ള ബട്ടൺസ് വെക്കാൻ ആ ഒരു പോർഷനിലേക്കായിട്ട് നൽകിയത്. ഒരു C ടൈപ്പ് ചാർജിങ് സോക്കറ്റാണ് നൽകിയിട്ടുള്ളത്. ഫോണിൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 6 സ്പീഡാണ് ഈ ഒരു വാഹനത്തിൽ ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല ഇവിടെയൊക്കെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഡിസൈൻ എലമെൻ്റ് ഒക്കെ നൽകിയത്. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. വിത്ത് സ്റ്റോറേജ് സ്പേസുമാണ് നൽകിയിട്ടുള്ളത്. C ടൈപ്പ് ചാർജ് സോക്കറ്റ് നൽകിയത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസ് അതിനുള്ളിൽ നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലൊരു ലൈറ്റ് കളറാണ് നൽകിയിട്ടുള്ളത്. ടോപ്പിലേക്ക് പോയാൽ മിറർ ഓപ്ഷൻ വരുന്നില്ല. നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം ഈ ഒരു മിറർ. എന്നിരുന്നാലും ടോപ്പിലുള്ള കളർ ഓപ്ഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഫുള്ളി ലൈറ്റായിട്ടുള്ള കളർ തീമാണ് ടോപ്പിലൊക്കെ അവർ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഉൾവശത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പോരായ്മകളും നമുക്ക് പറയേണ്ടത് ആകെ ഒരു കാര്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് ചെയ്യണം. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്താൽ മതിയാകും. ബാക്കിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ റിയർ സീറ്റിൽ കയറുന്ന സമയത്ത് ഡോർ പാഡിലേക്ക് നോക്കിയാൽ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കണ്ടതുപോലെ ഡാർക്കും വൈറ്റ് കളറും കോമ്പിനേഷൻ തന്നെ പവർ വിൻഡോ സ്വിച്ച് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല അകത്തേക്ക് ഇരിക്കുന്ന 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അത് തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല റിയർ AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. റിയർ IAC വെൻറ്റിന് അവിടെ തന്നെ നമുക്ക് C ടൈപ്പാണ് ചാർജിങ് സോക്കറ്റ് നൽകിയത്. കൂടാതെ 12 വാട്ട്സിന് ഒരു ചാർജിങ് സോക്കറ്റ് കൂടി നൽകി. അതായത് പുറകിലിരിക്കുന്നവർക്ക് 2 ഓപ്ഷൻസിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും.
ഫോൺ അവിടെ വെക്കാൻ സാധിക്കും. സ്കൂപ്പ് രീതിയിലൊക്കെ തന്നെ സീറ്റ് ഡിസൈൻ ചെയ്തു. അതുകൊണ്ട് കാല് തട്ടാൻ ബുദ്ധിമുട്ടൊന്നും വരില്ല. സെൻട്രൽ ടണലിൽ ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം തൈ സപ്പോർട്ടും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അഡ്ജസ്റ്റ് പിന്നെ സെൻട്രലായിട്ട് ഒരു ലൈറ്റ് കൂടി വരുന്നുണ്ട്. വേറെ ഒന്നും പറയാനായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വന്നതും 60/40 സ്പ്ലിറ്റിങ്ങും റിയർ AC വെൻറ്റും അതേപോലെ തന്നെ ആ ഒരു സീറ്റ് ടൈപ്പ് ചാർജിങ് സോക്കറ്റുമാണ് നമുക്ക് റിയർ സീറ്റിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. കാര്യം ഈ റിയർ AC വെൻ്റൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വരുന്നതായിരിക്കും. അത് ചെയ്യാനും ചിലപ്പോൾ പാടുമായിരിക്കും. ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ. ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്ന് കത്തിച്ചിട്ടതാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഓഫ് ചെയ്തേക്കാം. കണ്ട ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഞാനൊന്ന് എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്തു. അയ്യോ തുറന്നു. ഓക്കെ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എഞ്ചിൻ റൂം. ഇൻസുലേഷൻ്റെ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പെട്രോൾ ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് വരുന്നത് 1.23 സിലിണ്ടറാണ് എഞ്ചിനും വരുന്നത്. ടെർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. 110 PS 200 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ആണ് ഇവിടെയൊക്കെ ആയിട്ട് കവറിങ്ങും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് അങ്ങ് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ഇൻഡിക്കേറ്റർ കിടപ്പുണ്ട്. നമ്മൾ ആ ഒരു പാർക്കിട്ട സമയത്താണ് ഈ ഒരു ലൈറ്റാണ് കത്തിക്കിടുന്നത്. ആ ഒരു DRL ഉപയോഗിക്കാം. ടേൺ ഇൻഡിക്കേറ്ററിൽ വന്ന സമയത്താണ് ഈ ഒരു താഴ്ഭാഗത്തായിട്ടാണ് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുള്ളത്. അപ്പോൾ രണ്ടും 2 സ്ലാറ്റായിട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. അതും കൊള്ളാം. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മുടെ ബേസ് മോഡലിൻ്റെ വിശേഷങ്ങൾ. എനിക്കൊന്ന് 882 അതാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞത്. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. 1 ലക്ഷം രൂപയ്ക്കടുത്ത് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. ബുക്കിങ്ങിന് അഗെയിൻസ്റ്റ് ആണ് വണ്ടി വരുന്നത്. ബുക്കിങ്ങിന് ആയിട്ട് താഴത്തെ കാണുന്ന പ്രിൻസിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. 3XOയ്ക്ക് മാത്രമല്ല മഹീന്ദ്രയുടെ ഏത് വണ്ടിക്ക് നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.